ഹലോ എവരി വൺ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ദിസ് ഇസ് ശ്രീകുട്ടൻ ഹിയർ. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ അധികം ആരും ചർച്ച ചെയ്യപ്പെടാത്തതായിട്ടുള്ള ഒരു ഏരിയയാണ് ദളിത് ലിറ്ററേച്ചർ. സോ ദളിത് ലിറ്ററേച്ചറിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, പ്രധാനപ്പെട്ട എഴുത്തുകാർ, അവരുടെ പ്രധാനപ്പെട്ട രചനകൾ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. സോ ദളിത് ലിറ്ററേച്ചർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഇസ് ദളിത് ലിറ്ററേച്ചർ, എന്താണ് ദളിത് സാഹിത്യം നോക്കാം. ദളിത് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ over the past many decades has emerged as a separate and important category of literature in many Indian languages. ഇന്ത്യയിൽ ദളിത് സാഹിത്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിട്ട് പല ഭാഷകളിലും ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ശ്രദ്ധിക്കുക, ഇന്ത്യൻ സാഹിത്യത്തിൽ ദളിത് ലിറ്ററേച്ചർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ദളിത് ലിറ്ററേച്ചർ ഇസ് ആൻ അറ്റംപ്റ്റ്. സോ ഈ ദളിത് സാഹിത്യം എന്ന് പറയുന്നത് ശരിക്കും ഒരു ശ്രമമാണ്. എന്തിനു വേണ്ടിയുള്ള ശ്രമം? ടു ബ്രിങ് ടു ദ ഫോർ ദ ഡിസ്ക്രിമിനേഷൻ, ബ്രുട്ടാലിറ്റി ആൻഡ് ഓസ്ട്രസൈസേഷൻ ഫേസ്ഡ് ബൈ ദ ദളിത് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ. സോ ദളിത് സാഹിത്യം കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ദളിത് സാഹിത്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു ശ്രമമാണ്. എന്തിനുള്ള ശ്രമം? ടു ബ്രിങ് ടു ദ ഫോർ, മുന്നിലേക്ക് കൊണ്ടുവരിക, പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരിക. എന്ത്? ദ ഡിസ്ക്രിമിനേഷൻ, ദളിത് സമുദായം, ദളിത് വിഭാഗം അനുഭവിച്ച വിവേചനം, ബ്രൂട്ടാലിറ്റി, അവരോട് കാട്ടിയിട്ടുള്ള ക്രൂരത, ആൻഡ് ഓസ്ട്രസൈസേഷൻ, അവർ നേരിട്ട ഒറ്റപ്പെടൽ, ഫേസ്ഡ് ബൈ ദ ദളിത് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ. സോ ഇന്ത്യയിലെ ദളിത് സമുദായം അവർ നേരിടുന്ന വിവേചനം, ക്രൂരത, ഒറ്റപ്പെടൽ, അത് മെയിൻ സ്ട്രീമിലേക്ക്, മുഖ്യധാരയിൽ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ദളിത് സാഹിത്യം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. It is the literature written by the members of the Dalit communities or the literature that is specifically written to represent the typical social, historical and cultural aspects of the Dalit communities. So, Dalit Sahityam ennu parayunnu, it is the literature written by the members of the Dalit communities. Dalit samudayangalile ആൾക്കാർ എഴുതുന്ന സാഹിത്യത്തെ നമ്മൾ ദളിത് സാഹിത്യം എന്ന് വിളിക്കും. ഇല്ലെങ്കിൽ or the literature that is specifically written to represent the typical social, historical and cultural aspects of the Dalit communities. ദളിത് സമുദായങ്ങളുടെ സാമൂഹിക, ചരിത്ര, സാംസ്കാരിക വശങ്ങൾ തുറന്നു കാട്ടാൻ വേണ്ടി എഴുതുന്ന സാഹിത്യത്തെ നമ്മൾ ദളിത് സാഹിത്യം എന്ന് വിളിക്കാറുണ്ട്. സോ ശ്രദ്ധിക്കേണ്ടത്, ദളിത് സാഹിത്യം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയായി ഉയർന്നു വരുന്നുണ്ട്. ദളിത് സാഹിത്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ശ്രമമാണ്. ഇന്ത്യയിലെ ദളിത് സമുദായം നേരിട്ടുള്ള ക്രൂരത, വിവേചനം, ഇത്തരം കാര്യങ്ങൾ മുഖ്യധാരയിൽ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. സോ ഇത് ദളിത് വിഭാഗത്തിലെ ആൾക്കാർ എഴുതുന്ന സാഹിത്യം, അല്ലെങ്കിൽ അവർ നേരിടുന്ന സാമൂഹിക, സാംസ്കാരിക വശങ്ങൾ എന്താണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക, ഇതാണ് ദളിത് സാഹിത്യം കൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ ഇനി അടുത്ത ചോദ്യം, എന്താണ് ദളിത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പരിശോധിക്കാം. ദ വേർഡ് ദളിത് is derived from the Sanskrit language. അപ്പൊ സംസ്കൃത ഭാഷയിൽ നിന്നാണ് ഈ ദളിത് എന്ന വാക്ക് വരുന്നത്. And etymologically it means, നോക്കൂ, ground, suppressed, crushed, broken to pieces. അപ്പൊ ദളിത് എന്ന വാക്ക് സംസ്കൃത ഭാഷയിൽ നിന്നാണ് വരുന്നത്. അതിന്റെ അർത്ഥം എറ്റിമോളജിക്കലി നമ്മളൊരു ആ വാക്കിന്റെ ഒരു ചരിത്രം തിരഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, ഇറ്റ് മീൻസ് ഗ്രൗണ്ട്, സപ്രസ്ഡ്, അടിച്ചമർത്തപ്പെട്ട, ക്രഷ്ഡ്, തല്ലിപ്പൊളിച്ച്, അല്ലെങ്കിൽ ബ്രോക്കൺ ടു പീസസ്, ചിന്നിച്ചിതറി കഷ്ണങ്ങളായ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർ നേരിടുന്ന അടിച്ചമർത്തലിന് സമാനമായ അർത്ഥം തന്നെയാണ് അതിനുള്ളത്. ഹെൻസ്, ചുരുക്കി പറഞ്ഞാൽ, ബൈ കൊണോട്ടേഷൻ ദ ടേം ദളിത് ഇസ് യൂസ്ഡ് ആസ് ആൻ അഡ്ജക്റ്റീവ് ഓർ നൗൺ. സോ ദളിത് എന്ന വാക്ക് ഒരു നാമവിശേഷണമായിട്ടോ നാമപദമായിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടി? ടു ഡിസ്ക്രൈബ് ദ പീപ്പിൾ ഓർ കമ്മ്യൂണിറ്റീസ്, ഒരു വിഭാഗത്തെയോ ഒരു സമുദായത്തെയോ സൂചിപ്പിക്കാൻ, ദാറ്റ് ഹാവ് റിമൈൻഡ് downtrodden or at the margins of society throughout India's long social history. ഇന്ത്യയുടെ ഒരു സാമൂഹിക ചരിത്രം പരിശോധിക്കുമ്പോൾ അതിലുടനീളമായിട്ട് ചവിട്ടിമെതിക്കപ്പെട്ട, അല്ലെങ്കിൽ അരികിലായിട്ട് മാറ്റി നിർത്തപ്പെട്ട, അരികിൽ അതായത് മാർജിൻസിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദളിത് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ നാമവിശേഷണമായിട്ടോ നാമപദമായിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ ആ ഒരു സാമൂഹിക ചരിത്രത്തിലുടനീളം ചവിട്ടിമെതിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ജനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്. ദ ഫേമസ് 19th century സോഷ്യൽ റിഫോമർ, 19ാം നൂറ്റാണ്ടിലെ വളരെ ഫേമസ് ആയ ഒരു സാമൂഹിക പരിഷ്കർത്താവ് ഉണ്ടായിരുന്നു, പേര് ജ്യോതിബ ഫൂലെ. ഫസ്റ്റ് യൂസ് ദിസ് ടേം. അപ്പൊ ഈ വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്
ജ്യോതിബ ഫൂലെ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. In the context of the exploitation of people who were conventionally called Shudra and outcast Hindus, ഹിന്ദു വിഭാഗത്തിൽ ശൂദ്ര, ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞു മാറ്റി നിർത്തപ്പെട്ട ജനങ്ങളെ അവരെ വിവരിക്കാൻ വേണ്ടി, അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ ദളിത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ജ്യോതിബ ഫൂലെയാണ്. അപ്പൊ അത് വളരെ പ്രധാനമായിട്ട് അത് ഓർത്തു വെക്കുക. The term was first used by ജ്യോതിബ ഫൂലെ. അദ്ദേഹമാണ് ആദ്യമായി ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി? ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പീപ്പിൾ ഹു വെർ കൺവെൻഷനലി കോൾഡ് ശൂദ്ര ആൻഡ് ഔട്ട്കാസ്റ്റ് ഹിന്ദുസ്. സോ അപ്പോൾ ദളിത് എന്ന വാക്കിന്റെ ചരിത്രം നമുക്ക് മനസ്സിലായി. അപ്പൊ ദളിത് സാഹിത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ദളിത് എന്ന വാക്കിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ക്രഷ്ഡ്, അടിച്ചമർത്തപ്പെട്ട, ചവിട്ടി മെതിക്കപ്പെട്ട എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു സാമൂഹിക ചരിത്രത്തിൽ എന്നും മാറ്റി നിർത്തപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ഈ വാക്ക് ആദ്യമായിട്ട് 19th സെഞ്ചുറിയിലെ സാമൂഹിക പരിഷ്കർത്താവായ ജ്യോതിബ ഫുലെയാണ് ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഇനി നമുക്ക് ഒരു ദളിത് സാഹിത്യത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഹിസ്റ്ററി ഓഫ് ദളിത് ലിറ്ററേച്ചർ. വൺ ഓഫ് ദ ഫസ്റ്റ് ദളിത് റൈറ്റേഴ്സ് വാസ്, ഇപ്പൊ ദളിത് സാഹിത്യത്തിലെ ആദ്യകാല എഴുത്തുകാരുടെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ഫസ്റ്റ് ദളിത് റൈറ്റേഴ്സ് ആരായിരുന്നു? മദാര ചെന്നയ്യ. So one of the first Dalit writers was മദാര ചെന്നയ്യ. അദ്ദേഹം ആരായിരുന്നു? 11th century cobbler saint, ഒരു ചെരുപ്പുകുത്തിയായ ഒരു saint. So he was a saint but a cobbler by profession. So one of the first Dalit writers was മദാര ചെന്നയ്യ, 11th century cobbler saint. അപ്പോൾ നമ്മൾ ദളിത് സാഹിത്യം പഠിക്കുമ്പോൾ അവിടുത്തെ ആദ്യത്തെ എഴുത്തുകാരനായിട്ട് നമ്മൾ ഇദ്ദേഹത്തെയാണ് മനസ്സിലാക്കുന്നത്. The modern movement for Dalit literature in India began from Maharashtra and in Marathi language in the 1960s. എന്നാൽ ദളിത് സാഹിത്യത്തിൽ ഒരു മോഡേൺ മൂവ്മെന്റ്, ഒരു മോഡേണിസം ആരംഭിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്, മറാത്തി ഭാഷയിലാണ് അത് തുടങ്ങുന്നത് 1960-കളിൽ. സോ നമ്മുടെ ആ ചരിത്രം നോക്കുമ്പോൾ ആദ്യത്തെ ദളിത് എഴുത്തുകാരനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മദാര ചെന്നയ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് ഈ ഒരു ദളിത് സാഹിത്യത്തിലെ ഒരു മോഡേൺ മൂവ്മെന്റ് നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ ആ മോഡേണിസം ആരംഭിക്കുന്നത് 1960s മഹാരാഷ്ട്രയിൽ നിന്നാണ്. അപ്പൊ മറാത്തി എഴുത്തുകാരാണ് ഈ ഒരു മോഡേണിസ്റ്റ് മൂവ്മെന്റ് ദളിത് ലിറ്ററേച്ചറിൽ തുടങ്ങി വെക്കുന്നത്. ഇറ്റ് വാസ് ഇൻസ്പയർഡ് ബൈ ദ ഐഡിയോളജി ഓഫ് ജ്യോതിബ ഫുലെ ആൻഡ് ബാബാ സാഹിബ് അംബേദ്കർ. സോ അത്തരം ഒരു മോഡേണിസം ദളിത് സാഹിത്യത്തിൽ സംഭവിക്കാൻ രണ്ടുപേരുടെ ആശയങ്ങൾ ആൾക്കാരെ സ്വാധീനിച്ചിരുന്നു. ആരുടെയൊക്കെ? ഒന്ന് നേരത്തെ പറഞ്ഞത് ജ്യോതിബ ഫുലെ, രണ്ട് ബാബാ സാഹിബ് അംബേദ്കർ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ആശയങ്ങളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടാണ് അത്തരം ഒരു മോഡേണിസം ദളിത് സാഹിത്യത്തിൽ 1960-കളിൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് എഴുത്തുകാരെ ഒന്ന് പഠിക്കാം. ആരൊക്കെയാണ് ഈ ദളിത് സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എഴുത്തുകാർ? ഫസ്റ്റ്, ബാബു റാവ് ബഗുൾ. ആരാണ് അദ്ദേഹം നോക്കാം. Considered as a pioneer of Marathi Dalit writings, his collection of short stories titled, അതിന്റെ മറാഠി പേര് നിങ്ങൾ പഠിക്കണമെന്നില്ല, അതിന് ഇംഗ്ലീഷ് പേര് പഠിച്ചിരുന്നാൽ മതി. വെൻ ഐ കൺസീൽഡ് മൈ കാസ്റ്റ് എന്നാണ് അതിന്റെ പേര്. വെൻ ഐ കൺസീൽഡ് മൈ കാസ്റ്റ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1963. 1963 അത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ചെറുകഥകളുടെ ഒരു കളക്ഷൻ ആയിരുന്നു. ഇറ്റ് ഷൂക്ക് ദ ട്രഡീഷണൽ ഫൗണ്ടേഷൻസ് ഓഫ് മറാഠി ലിറ്ററേച്ചർ. മറാഠി സാഹിത്യത്തിന്റെ ഒരു പരമ്പരാഗത അടിസ്ഥാനം വരെ എന്താ പറയുക ഷേക്ക് ചെയ്ത ഒരു കളക്ഷൻ ആയിരുന്നു അത്. സോ ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട റൈറ്റർ ബാബു റാവ് ബഗുൾ. അദ്ദേഹം മറാഠി ദളിത് റൈറ്റിംഗ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ വെൻ ഐ കൺസീൽഡ് മൈ കാസ്റ്റ് വലിയ രീതിയിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു. നെക്സ്റ്റ് വി ഹാവ് നാംദേവ് ദസൽ. നാംദേവ് ദസൽ, എ പേഴ്സൺ ഹു ഫൗണ്ടഡ് ആൻ ഓർഗനൈസേഷൻ കോൾഡ് ദളിത് പാന്തർ. അപ്പൊ ദളിത് പാന്തർ എന്ന് പറയുന്ന ഒരു സംഘടന എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കൂടെ നിന്ന വ്യക്തിയായിരുന്നു നാംദേവ് ദസൽ. ഹി എക്സ്പാൻഡഡ് ദ ദളിത് ലിറ്ററേച്ചർ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അപ്പൊ ദളിത് ലിറ്ററേച്ചറിന് വലിയ രീതിയിലൊരു മൈലേജ് പിന്നീട് ഇന്ത്യയിൽ വരുന്നത് ഇദ്ദേഹത്തിന്റെ കൈകളിലൂടെയാണ്. പിന്നീട് ബാക്കിയുള്ള എഴുത്തുകാർ ആരൊക്കെയാന്ന് നോക്കാം. ലിറ്ററേച്ചേഴ്സ് ലൈക്ക് ലക്ഷ്മൺ ഗേക്വത്, ലക്ഷ്മൺ പവാർ, ദയാ പവാർ, അരുൺ ദാംഗ്ലെ, ജെ വി പവാർ, അവിനാഷ് ദൊലാസ്, കിഷോർ ശാന്താബായ് കാലെ, നരേന്ദ്ര ജാദവ്, യോഗേന്ദ്ര മേഷ്റാം, ഭീംറാവു ഷിർവാലെ became prominent voices of Dalit writing in Marathi. അപ്പൊ മറാത്തി ഭാഷയിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരെയാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. സോ നമ്മൾ ചരിത്രത്തിൽ നിന്ന് ആരൊക്കെയാണ് ആദ്യത്തെ എഴുത്തുകാരെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ മറാത്തി സാഹിത്യത്തിൽ ഇത്തരം ഒരു മോഡേണിസം കൊണ്ടുവന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ബാബുറാവ് ബഗുലും നാംദേവ് ദേസാലുമാണ്. ഇനി നമുക്ക് അവരെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അവരുടെ വർക്ക്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അറ്റ് ഫസ്റ്റ്,
ബാബുറാവ് റാംജി ബഗുൽ. എ പയനിയർ ഓഫ് മോഡേൺ ലിറ്ററേച്ചർ ഇൻ മറാഠി. അപ്പൊ മറാഠി സാഹിത്യം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഒരു മോഡേണിസം ആരംഭിച്ച ഇദ്ദേഹമാണ്. ഡെത്ത് ഇസ് ഗെറ്റിംഗ് ചീപ്പർ, അനദർ ഇന്ത്യ, ആൻ ആന്തോളജി ഓഫ് കോണ്ടംപററി ഇന്ത്യൻ ഫിക്ഷൻ ആൻഡ് പോയട്രി. 1990 അദ്ദേഹം ഒരു വർക്ക് ഇറക്കിയിരുന്നു. അതിന്റെ പേര് ഡെത്ത് ഇസ് ഗെറ്റിംഗ് ചീപ്പർ എന്നാണ്. അതാണ് ഓർത്ത് വെക്കേണ്ടത്, ഡെത്ത് ഇസ് ഗെറ്റിംഗ് ചീപ്പർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്ക് ആയിരുന്നു. Then we have Namdeo Lakshman Dasal, എ മറാഠി പോയറ്റ്, റൈറ്റർ ആൻഡ് ദളിത് ആക്ടിവിസ്റ്റ്. അപ്പോൾ അദ്ദേഹം ഒരു കവിയോ എഴുത്തുകാരനുപരി ഒരു ആക്ടിവിസ്റ്റ് കൂടിയായിരുന്നു. ദളിത് പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യുന്ന ഒരു ആക്ടിവിസ്റ്റ് കൂടിയായിരുന്നു. പത്മശ്രീ ഇൻ 1919, 1999 പത്മശ്രീ കൂടി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ വർക്ക്സ് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹത്തിന്റെ പോയട്രി കളക്ഷന്റെ പേര് എ കറന്റ് ഓഫ് ബ്ലഡ് എന്നാണ്. എ കറന്റ് ഓഫ് ബ്ലഡ്. അത് 2019 പുറത്തു വരുന്നത്. അദ്ദേഹം മരിച്ച് കുറെ കാലത്തിന് ശേഷമാണ് ആ കളക്ഷൻ പുറത്തു വരുന്നത്. പിന്നീട് ദിലീപ് ചിത്ര എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യൻ റൈറ്റർ ട്രാൻസ്ലേറ്റഡ് എ സെലക്ഷൻ ഓഫ് ദസാൽസ് പോംസ് ഇൻ ടു ഇംഗ്ലീഷ്. അദ്ദേഹം മറാഠി ഭാഷയിൽ എഴുതിയ ഒരുപാട് കവിതകൾ ദിലീപ് ചിത്ര ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ആ ടൈറ്റിൽ കൊടുത്ത ഇങ്ങനെയാണ് ആ ബുക്കിന്, നാംദേവ് ദസാൽ പോയറ്റ് ഓഫ് ദി അണ്ടർവേൾഡ് എന്നാണ് ആ ടൈറ്റിൽ. സോ ബാബുറാവ് ബഗുൾ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെത്ത് ഇസ് ഗെറ്റിംഗ് ചീപ്പർ. ദെൻ വി ഹാവ് നാംദേവ് ലക്ഷ്മൺ ദസാൽ. അദ്ദേഹം ഒരു റൈറ്റർ മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ പോയട്രി കളക്ഷൻ എ കറന്റ് ഓഫ് ബ്ലഡും, പിന്നീട് ദിലീപ് ചിത്രേ അദ്ദേഹത്തിന്റെ മറാഠി ഭാഷയിൽ എഴുതിയ ഒരുപാട് കവിതകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അണ്ടർ ദ ടൈറ്റിൽ നാംദേവ് ദസാൽ പോയറ്റ് ഓഫ് ദി അണ്ടർവേൾഡ്. സോ അടുത്ത റൈറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ വരാൻ പോകുന്ന ജൂൺ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് കോമ്പറ്റേറ്റീവ് ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ജൂൺ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള 60 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ഒരു ക്രാഷ് കോഴ്സ് ആണ്. അനവധി ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസ്, അതിനുപരിയായിട്ട് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് മാത്രം കേട്ട് നിങ്ങൾക്ക് പഠിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇമ്പോസിബിൾ ആയിരിക്കും. കാരണം ഒരുപാട് സംശയങ്ങൾ രൂപീകരിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അതിന് പുറമേ ആയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസ് ഉണ്ടാവും. ഈ പറഞ്ഞ എല്ലാ വീഡിയോസുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ്, ഓരോ സബ് ടോപ്പിക്സും പഠിച്ചതിന് ശേഷമുള്ള ഇൻ ആപ്പ് എക്സാംസ്, മോക്ക് ടെസ്റ്റ്, മെത്തോഡിക്കൽ റിവിഷൻസ്, അങ്ങനെ അനവധി ഫീച്ചേഴ്സ് ആണ് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എങ്ങനെ 60 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു പോർഷൻ പഠിച്ചു തീർക്കുമെന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. ഈ 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് തന്നെ എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു തീർക്കാം എന്നതിന് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. സോ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്ലോട്ട്സ് ബുക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പ് നെക്സ്റ്റ് വി ഹാവ് ശരൺ കുമാർ ലിംബാലെ. ദളിത് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമാണ് ശരൺ കുമാർ ലിംബാലെ. മറാഠി ഓതർ, പൊയറ്റ് ആൻഡ് ലിറ്റററി ക്രിട്ടിക്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്നതിലുപരി ഒരു നിരൂപകൻ കൂടിയാണ്. ഹിസ് ബെസ്റ്റ് നോൺ വർക്ക് ഇസ് ഹിസ് ഓട്ടോബയോഗ്രഫി അക്കർമഷി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയായ അക്കർമഷിയാണ്. അക്കർമഷിയുടെ വർഷം 1984 ആണ്. The English translation has been published by the Oxford University Press with the title The Outcast. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി അക്കർമഷി പിന്നീട് ഇംഗ്ലീഷിലേക്ക് ഓക്സ്ഫോർഡ് സർവകലാശാല പ്രസ് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവർ അതിന് കൊടുത്ത ടൈറ്റിൽ ദ ഔട്ട്കാസ്റ്റ് എന്നാണ്. ദ ഔട്ട്കാസ്റ്റ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കൽ വർക്ക് ഉണ്ട്. അതിന്റെ പേര് ടുവേർഡ്സ് ആൻ എസ്തെറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ എന്നാണ്. അത് 2004 വരുന്നത്. സോ ഹിസ് ക്രിട്ടിക്കൽ വർക്ക് ടുവേർഡ്സ് ആൻ എസ്തെറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ is considered amongst the most important works on Dalit literature. ദളിത് സാഹിത്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. സോ ശ്രദ്ധിക്കുക, ശരൺ കുമാർ ലിംബാലെ പ്രധാനപ്പെട്ട ഓതറും ക്രിട്ടിക്കുമാണ്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി പേര് അക്കർമഷി എന്നാണ്. പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഔട്ട്കാസ്റ്റ് എന്നായിരുന്നു അതിന്റെ പേര്. പിന്നീട് അദ്ദേഹത്തിന്റെ ക്രിട്ടിക്കൽ വർക്കിന്റെ പേര് ടുവേർഡ്സ് ആൻ എസ്തെറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ. അപ്പ് നെക്സ്റ്റ് വി ഹാവ് മീന കന്ദസ്വാമി. മീന കന്ദസ്വാമിയുടെ വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു പോയട്രി കളക്ഷൻ, അതിന്റെ പേര് മിസ് മിലിറ്റൻസി എന്നാണ്. മിസ് മിലിറ്റൻസി, അത് 2010 മിസ് മിലിറ്റൻസി. ദ ടൈറ്റിൽ പോം ഓഫ് ദിസ് വോളിയം ഇസ് ബേസ്ഡ് ഓൺ കണ്ണകി. ഈ വോളിയത്തിലെ ഒരു ടൈറ്റിൽ പോം മിസ് മിലിറ്റൻസി എന്ന് പറയുന്ന ടൈറ്റിൽ പോം അത് ആരെ ബേസ് ചെയ്താണ്? ഇസ് ബേസ്ഡ് ഓൺ കണ്ണകി. കണ്ണകി ആരാണ്? ദ ഹീറോയിൻ ഓഫ് ദ തമിഴ് ക്ലാസിക് സിലപ്പതികാരം. പിന്നെ ഒരു ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്, അയ്യങ്കാളിയുടെ ബയോഗ്രഫി. അതിന്റെ പേര് ഇതാണ്, അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ്. അതിന് ഫോർവേഡ് എഴുതിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരനായ കാഞ്ച എലിയാണ്. അത് 2008. സോ മീന കന്ദസ്വാമിയുടെ പ്രധാനപ്പെട്ട പോയട്രി കളക്ഷന്റെ പേര് മിസ് മിലിറ്റൻസി. പിന്നെ അയ്യങ്കാളിയുടെ ഒരു ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്, അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ദി
ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ്. അതിന് ഫോർവേഡ് എഴുതിയിരിക്കുന്നത് കാഞ്ചാലിയ. നോവൽസ് ഏതൊക്കെയാ നോക്കാം. ദ ജിപ്സി ഗോഡസ് 2014, വെൻ ഐ ഹിറ്റ് യു ഓർ എ പോർട്രേറ്റ് ഓഫ് ദി റൈറ്റർ ആസ് എ യങ് വൈഫ് അത് 2017. പിന്നീട് എക്സ്ക്യൂസിറ്റ് കെഡാവേഴ്സ് 2019. നെക്സ്റ്റ് ദയാ പവാർ, മറാഠി ഓർഡർ ആൻഡ് പോയറ്റ് നോൺ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ദളിത് ലിറ്ററേച്ചർ. ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ, ആ നോവലിന്റെ പേര് കേട്ടോളൂ, ബലൂത്ത എന്നാണ്. ബലൂത്ത, എ സ്റ്റോറി ടോൾഡ് ബൈ ദഗ്ധു പവാർ ടു ദ മോർ ലിറ്ററേറ്റ് ദയാ പവാർ. സോ ഈ ബലൂത്ത എന്ന് പറയുന്ന കഥ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദഗ്ധു പവാർ എന്ന വ്യക്തി ദയാ പവാറിനോട് കഥ പറയുകയാണ്. ബോത്ത് ബീയിങ് ദ പേഴ്സണാസ് ഓഫ് ദി ഓതർ. എന്നാൽ ഇത് രണ്ടുപേരും ഓതറിന്റെ പേഴ്സണാസ് തന്നെയാണ്. സോ ശ്രദ്ധിക്കേണ്ടത് ദയാ പവാറിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ നോവലിന്റെ പേര് ബലൂത്ത എന്നാണ്. ബലൂട്ട. Then we have ഊർമിള പവാർ, എ പ്രൊമിനന്റ് ഫിഗർ ഇൻ ദ ദളിത് ആൻഡ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. ഒരു ദളിത് ആക്ടിവിസ്റ്റിലുപരി ഒരു പ്രധാനപ്പെട്ട ഫെമിനിസ്റ്റ് മൂവ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഷോർട്ട് സ്റ്റോറീസ്, കവച് എന്ന പേരുള്ള ഒരു പ്രധാനപ്പെട്ട ഷോർട്ട് സ്റ്റോറി ഉണ്ട്. ഒപ്പം എ ചൈൽഡ്ഹുഡ് ടെയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കഥയാണ്. ഓട്ടോബയോഗ്രഫി. സോ ഊർമിള പവാറിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് ഐദാൻ, ഐഡൻ എന്നാണ്. മീൻസ് വീവ്. ഇറ്റ് വാസ് ലേറ്റർ ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ്. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആരാണ്? മായ പണ്ഡിറ്റ് ആണ്. ഓക്കെ, മായ പണ്ഡിറ്റ്. മായ പണ്ഡിറ്റ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത പേര് ഇതാണ്, ദ വീവ് ഓഫ് മൈ ലൈഫ് എ ദളിത് വുമൻസ് മെമ്മോയിസ് എന്നാണ് മായ പണ്ഡിറ്റ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിന് കൊടുത്ത പേര്. സോ ദയാ പവാർ ദളിത് ആക്ടിവിസ്റ്റ് മാത്രമല്ല ഫെമിനിസ്റ്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട വ്യക്തി കൂടിയാണ് ഇന്ത്യയിലെ. കവച്, ചൈൽഡ്ഹുഡ് ടെയിൽ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. ഓട്ടോബയോഗ്രഫി പേര് ഐദാൻ, വീവ്. അത് ഇംഗ്ലീഷിലേക്ക് മായ പണ്ഡിറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ദ വീവ് ഓഫ് മൈ ലൈഫ് എ ദളിത് വുമൻസ് മെമ്മോയിർസ് എന്നായിരുന്നു പേര്. നെക്സ്റ്റ് വി ഹാവ് ഓം പ്രകാശ് വാൽമീകി, എ വെൽ നോൺ റൈറ്റർ, ഫേമസ് ഫോർ ഹിസ് ഓട്ടോബയോഗ്രഫി. ഓട്ടോബയോഗ്രഫി പേര് ജൂതാൻ എന്നാണ്. ജൂതാൻ 1997, കൺസിഡേർഡ് എ മൈൽ സ്റ്റോൺ ഇൻ ദളിത് ലിറ്ററേച്ചർ. ദളിത് സാഹിത്യത്തിലെ ഒരു സിഗ്നിഫിക്കന്റ് മൈൽ സ്റ്റോൺ ആയിട്ടാണ് നമ്മൾ ജൂതനെ കരുതുന്നത്. കാരണം അതും ഒരു ഓട്ടോബയോഗ്രഫിയാണ്. നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ 3-4 റൈറ്റേഴ്സിനെ പഠിച്ചപ്പോൾ എല്ലാവരുടെ ഓട്ടോബയോഗ്രഫീസ് ആണ് അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ്. ദെൻ വി ഹാവ് കൈലാസ് നാഥ്, ആൻ ഇന്ത്യൻ റൈറ്റർ ആൻഡ് ഡ്രാമാറ്റിസ്റ്റ് നോൺ ഫോർ ഹിസ് ഓട്ടോബയോഗ്രഫി തിരസ്കാർ. സോ കൈലാസ് നാഥിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ഓട്ടോബയോഗ്രഫിയാണ്, പേര് തിരസ്കാർ എന്നാണ്. തിരസ്കാർ. ദെൻ വി ഹാവ് അനദർ റൈറ്റർ ഹു ഇസ് ഫ്രം തമിഴ്നാടു, ബാമ, എ തമിഴ് ദളിത് ഫെമിനിസ്റ്റ് ടീച്ചർ ആൻഡ് നോവലിസ്റ്റ് who rose to fame with her autobiographical novel കറുക്ക്. സോ ബാമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കിന്റെ പേര് കറുക്ക് എന്നാണ്. കറുക്ക് അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ തന്നെയാണ്. which chronicles the joys and sufferings experienced by the Dalit Christian women in തമിഴ്നാട്. തമിഴ്നാട്ടിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സ്ത്രീകൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് കരുക്ക് സംസാരിക്കുന്നത്. സോ ഈ 3 പേരെയും നമ്മൾ നോക്കിയപ്പോൾ, അതിന് മുമ്പുള്ള റൈറ്റേഴ്സ് ഒക്കെ നോക്കിയപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്സ് എന്താണ്? അവരുടെ ഓട്ടോബയോഗ്രഫീസ് തന്നെയാണ്. ഒന്നുകൂടെ പറയാം, ഓം പ്രകാശ് വാൽമീകിയുടെ ഓട്ടോബയോഗ്രഫി പേര് ജൂതാൻ 1997, കൈലാസ് നാഥിൻ്റെത് തിരസ്കാർ 1999. ദെൻ വി ഹാവ് ബാമ. ബാമ ഒരു തമിഴ് ദളിത് ഫെമിനിസ്റ്റും ടീച്ചറും നോവലിസ്റ്റും ആയിരുന്നു. ബാമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് കരുക്ക് എന്നാണ്. കരുക്ക് എന്ന് പറയുന്ന വർക്ക് തമിഴ്നാട്ടിലെ ദളിത് ക്രിസ്ത്യൻ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് കണ്ടന്റ് വൈസ് ദളിത് ലിറ്ററേച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ വീണ്ടും ഓർപ്പിക്കുകയാണ്, നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്, മോക്ക് ടെസ്റ്റ്, കണ്ടന്റ്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്കൊരു ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമാകാം. വീണ്ടും ഓർപ്പിക്കുകയാണ്, നമ്മുടെ ആപ്പിലും നമ്മുടെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് ഫ്രീ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രീ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതോടെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പഠനത്തെക്കുറിച്ചൊരു ഓണസ്റ്റ് സെൽഫ് അനാലിസിസ് ഒക്കെ നടത്താൻ സാധിക്കും. സോ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ എല്ലാം തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്കിന്ന് പറയാനായിട്ടുണ്ടായിരുന്നത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക് യു.